discuss annulus of A R1 R2 and A R1 R2. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്, ഒന്നും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ഡീറ്റെയിൽ ആയിട്ട്. ദാറ്റ് ഈസ് annulus of A, R1 R2 ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ A പറഞ്ഞൊരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ദിസ് ഇസ് A and we draw two circles having radius R1 and R2 with the center A. ഈ A സെൻറ്റർ ആയിക്കൊണ്ട് R1ഉം R2ഉം റേഡിയസ് ആകത്തക്ക രീതിയിൽ രണ്ട് സർക്കിൾസ് നമ്മൾ വരയ്ക്കുന്നു. അതായത് ദിസ് ഈസ് അവർ A and I draw a circle having radius R1. I draw this circle having radius R1. Then I draw another circle having radius R2 with the center A. ഈ സെയിം A സെൻറ്റർ ആയിക്കൊണ്ട് R1 റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കിൾ വരയ്ക്കുന്നു. നെക്സ്റ്റ് ഈ A സെൻറ്റർ ആയിക്കൊണ്ട് R2 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദെൻ ആനുലസ് ഓഫ് A R1 R2 എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ ആയിരിക്കും. ഓക്കെ, ഈ പോർഷനായിരിക്കും നമ്മൾ ആനുലസ് ഓഫ് A R1 R2 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് ആനുലസ് ഓഫ് A 0 R2 ആണ്. ഹിയർ അവർ R1 ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം A പറഞ്ഞ പോയിന്റ് ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് അവർ R1 ഈക്വൽ ടു 0, അതായത് 0 റേഡിയസ് ആയിക്കൊണ്ടുള്ള ഒരു സർക്കിൾ ഞാൻ വരയ്ക്കണം. അതായത് ഇത് തന്നെയായിരിക്കും അല്ലേ. നെക്സ്റ്റ് R2, ഐ ഡ്രോ എ സർക്കിൾ ഹാവിങ് റേഡിയസ് R2. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിക്വയർഡ് റീജിയൻ എന്ന് പറയുന്നത് ഏതാണ്? ഇതായിരിക്കും. ഇതിൽ 0 എന്ന് പറയുന്നത് എന്താണ്? എക്സ്ക്ലൂഡഡ് ആണ്. സോ ദിസ് ഈസ് എ പങ്ക്ചേർഡ് ഡിസ്ക്. ഇതെന്ന് പറയുന്നത് ഒരു പങ്ക്ചേർഡ് ഡിസ്ക് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വി ഡിസ്കസ് എ കൊറോളറി. That is, let Z equal to A be an isolated singularity. ഒരു ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആണ് എഫിൻ്റെ ഒരു ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആണ് അറ്റ് Z equal to A. ഓക്കെ, ആൻഡ് വി ലെറ്റ് എഫ് ഓഫ് Z equal to summation n equal to minus infinity to infinity an Z minus A all raised to n, and let this form be its Lorentz series expansion in annulus of 0 A 0 R. ഓക്കെ, അതായത് നമ്മൾ കൺസിഡർ ചെയ്യാണ് ലെറ്റ് Z equal to A be an isolated singularity of F and let F of Z equal to summation n equal to minus infinity to infinity an Z minus A all raised to n be its Lorentz series expansion. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു എക്സെട്ര സം എ റൈസ് ടു മൈനസ് എം സെറ്റ് മൈനസ് എ ഓൾ റൈസ് ടു മൈനസ് എം പ്ലസ് എക്സെട്ര പ്ലസ് എ മൈനസ് എം സെറ്റ് മൈനസ് എ ഓൾ റൈസ് ടു മൈനസ് 1 പ്ലസ് എ നോട്ട് പ്ലസ് എ 1 സെറ്റ് മൈനസ് എ ഓൾ റൈസ് ടു 1 a2 plus a2 set minus a whole square plus etc. Okay, plus etc. This is our f of z because this is the Lorentz series expansion of f of z. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. The first one, z equal to a is a removable singularity if and only if a n equal to 0 for n less than or equal to minus 1. ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇഫ് ദിസ് ഈസ് ദ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് സെറ്റ് ദെൻ സെഡ് ഈക്വൽ ടു എ ഈസ് എ റിമൂവബിൾ സിംഗുലാരിറ്റി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ എൻ ഈക്വൽ ടു 0 ഫോർ ഓൾ എൻ ലെസ് ആൻ ഓർ ഈക്വൽ ടു മൈനസ് 1. അതായത് ഈ ഒരു പോർഷൻ ദിസ് ഈസ് എൻ ഈക്വൽ ടു മൈനസ് 1 അല്ലേ. ഈ ഒരു പോർഷൻ മുഴുവൻ ഈ പോർഷനിലുള്ള ഓരോ എ എൻ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കണം. അങ്ങനെ 0 ആണെങ്കിൽ സെഡ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് റിമൂവബിൾ സിംഗുലാരിറ്റി ആയിരിക്കും. അതായത് നമുക്ക് ഈ പാർട്ട് ഉണ്ടാവില്ല. എ നോട്ട് മുതൽ പിന്നെ ഇങ്ങോട്ടുള്ള ആ പോസിറ്റീവ് എ സെഡ് മൈനസ് എൻ്റെ ആ പവർ എന്ന് പറയുന്നത് പോസിറ്റീവ് മാത്രമാണെങ്കിൽ സെഡ് ഈക്വൽ ടു എ ഇസ് എ റിമൂവബിൾ സിംഗുലാരിറ്റി ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് പ്രൂഫ് നോക്കാം. ഇഫ് എ എൻ ഈക്വൽ ടു 0 ഫോർ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 1, I take this condition a n equal to 0 for all n less than or equal to minus 1. അങ്ങനെയാണെങ്കിൽ then we have to prove that this z equal to a is a removable singularity of f. Okay, if a n equal to 0 for n less than or equal to minus 1, then f of z can be written as f of z equal to ഈ a minus 1 0 ആയിരിക്കും, ഇവിടെ വരുന്ന a minus 2 0 ആയിരിക്കും, എക്സെട്ര ഇതൊക്കെ 0 ആയിരിക്കും. So we have a n
z minus a plus a2 z minus a all square plus etc. Okay. Now let g of z equal to summation n equal to 0 to infinity a n z minus a all raised to n in b of a comma r. I define a function g of z equal to summation n equal to 0 to infinity a n z minus a all raised to n in b of a comma r. Then obviously g is an analytic function, and I expand g of z and I get g of z equal to, this is equal to a naught plus a1 z minus a plus a2 z minus a whole square plus etc. And actually this g of z equal to our f of z. അല്ലേ, നമ്മുടെ എഫ് ഓഫ് സെറ്റ് എന്താണ്? എ നോട്ട് പ്ലസ് എ വൺ സെറ്റ് മൈനസ് എ എക്സെട്ര. ദാറ്റ് ഈസ് ജി ഓഫ് സെറ്റ് ഈക്വൽ ടു എഫ് ഓഫ് സെറ്റ്. ദാറ്റ് മീൻസ് എ ഈസ് എ റിമൂവബിൾ സിംഗുലാരിറ്റി ഓഫ് എഫ് അല്ലേ. ദാറ്റ് ഈസ് വി ഗോട്ട് ജി ഓഫ് സെറ്റ് ഈക്വൽ ടു എഫ് ഓഫ് സെറ്റ്. Then by the definition of removable singularity of a function, we can say that this a is a removable singularity of f. അല്ലേ, a is a removable singularity of f എപ്പോഴാണ്? A is a removable singularity of f if there is an analytic function some g from b of a comma r such that g of z equal to f of z ആയിരിക്കണം. അല്ലേ, here we get there exists an analytic function g in b of a comma r such that g of z equal to b of z in the punctured disk. So we can conclude that this a is a removable singularity of f. So നമ്മൾ ഫസ്റ്റ് പാർട്ട് എ നമ്മൾ പ്രൂവ് ചെയ്തു. ഇതിൻ്റെ കോൺവേഴ്സ് പാർട്ട് ഇത് സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്, റിവേഴ്സ് ആയി വരുന്നത്. നെക്സ്റ്റ് വി ഹാവ് എ കേസ് ബി. Case B, which says that z equal to a is a pole of order m if and only if a raised to minus n not equal to 0 and a n equal to 0 for n less than or equal to minus m plus 1. And this can be written as z equal to a is a pole of order m if and only if a minus n not equal to 0 for some m belongs to n and a minus n equal to 0 for all n greater than m. ഈ സ്റ്റേറ്റ്മെൻറ്റിന് ഇക്വലൻ്റായ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഇത്. ഇപ്പോൾ ഇതിനേക്കാൾ ഒന്നും കൂടി നമുക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് ക്ലിയർ ആവുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റാണ് അല്ലേ. എ റേസ് ടു മൈനസ് എൻ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് എ n equal to 0 for all n less than or equal to minus m plus 1 is equivalent to the statement a minus n not equal to 0 for some m belongs to n and a minus n equal to 0 for all n greater than m. അതായത് the case B state that z equal to a is a pole of order m. Z equal to a is a pole of order m if the condition says ഏതോ സം എ റൈസ് ടു മൈനസ് എം ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് സെഡ് മൈനസ് എൻ്റെ കോയിഫിഷ്യൻ്റ് നെഗറ്റീവ് വരത്തക്ക രീതിയിൽ ഏതോ ഒരു എ റൈസ് ടു മൈനസ് എം ഈക്വൽ ടു 0 ആണ്. എ റൈസ് ടു മൈനസ് എം നോട്ട് ഈക്വൽ ടു 0 ആണ്. പക്ഷെ ആ എമ്മിന് ശേഷം വരുന്ന ഏതൊരു എൻ എടുക്കുകയാണെങ്കിലും ആ എണ്ണുകൾക്കൊക്കെ എ മൈനസ് എൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദാറ്റ് ഈസ് z equal to a is a pole of order m if a minus m not equal to 0. ഈ നെഗറ്റീവ് പാർട്ടിൽ ഏതോ ഒന്ന് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. പക്ഷെ അതിന് ശേഷം വരുന്ന ആ എമ്മിന് ശേഷം വരുന്ന എല്ലാ എണ്ണുകൾക്കും എ മൈനസ് എൻ ഈക്വൽ ടു 0 ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഐ സപ്പോസ് എ n equal to 0 for n less than or equal to minus m plus 1. Okay, this condition. അങ്ങനെയാണെങ്കിൽ then what is our f of z? f of z equal to നമുക്ക് ഇവിടെ സം we have some m plus 1 വരെ ഉണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? this plus a minus m plus 1 z minus a
മൈനസ് എം പ്ലസ് വൺ ആയിരിക്കും. ഈ ഒരു ടേം വരെ, അതായത് ദിസ് ഈസ് ഈ എ മൈനസ് എം നോട്ട് ഈക്വൽ ടു സീറോ എന്നാണ് നമ്മൾ സപ്പോസ് ചെയ്യുന്നത്. വി സപ്പോസ് എ മൈനസ് എം നോട്ട് ഈക്വൽ ടു സീറോ. ഓക്കെ, എ മൈനസ് എം നോട്ട് ഈക്വൽ ടു സീറോ. അങ്ങനെയാണെങ്കിൽ ഈ എമ്മിന് ശേഷം വരുന്ന എല്ലാ എണ്ണുകൾക്കും ഈ എ മൈനസ് എൻ എന്ന് പറഞ്ഞാൽ സീറോ ആയിരിക്കും. അതായത് ഈ ടേം ഒന്നും ഉണ്ടാവില്ല. ബാക്കി നമുക്ക് ഉണ്ടാവുന്നത് ഇവിടെ മുതലുള്ള ഈ പോർഷൻ ആയിരിക്കും. അതായത് സിൻസ് വി സപ്പോസ് ദിസ് എ മൈനസ് എം നോട്ട് ഈക്വൽ ടു സീറോ ആൻഡ് ഈ എമ്മിന് ശേഷം വരുന്ന എല്ലാ എണ്ണുകൾക്കും എ മൈനസ് എൻ ഈക്വൽ ടു സീറോ എന്നാണ് നമ്മൾ സപ്പോസ് ചെയ്യുന്നത്. ആൻഡ് വി വോണ്ട് ടു പ്രൂവ് ദാറ്റ് this z equal to a is a pole of order m. So we have, by our assumption, our f of z become a raised to minus m z minus a all raised to minus m plus etc plus a1 z minus a minus 1 plus a naught plus a1 z minus a plus etc. Okay, now consider z minus a all raised to m into f of z. This is equal to this z minus a all raised to minus m and this z minus a all raised to m cancel each other, and we get a minus m plus etc plus a1 z minus a all raised to m minus 1 plus a naught z minus a m plus a1 z minus a m plus 1 plus etc. Then consider this is a Lorentz series expansion of the z minus a all raised to m into f of z. ഈ z minus a all raised to m into f of z എന്ന ഫംഗ്ഷൻ്റെ Lorentz series expansion ആണ് ഇത്. In which there is no negative powers of z minus a. അപ്പോൾ ഏതൊരു z minus a എടുത്താലും ഇവിടെ ഈ z minus a ക്കൊന്നും നെഗറ്റീവ് പവേഴ്സ് ഇല്ല. That is, if we consider the Lorentz series expansion of z minus a all raised to m into f of z, there is no negative powers for z minus a. ഈ z minus a ക്ക് നെഗറ്റീവ് പവേഴ്സ് ഒന്നുമില്ല. അങ്ങനെ നെഗറ്റീവ് പവേഴ്സ് ഒന്നുമില്ലെങ്കിൽ then by case 1 we can say that this function has a removable singularity at z equal to a. അല്ലേ, നമ്മൾ കേസ് 1ൽ എങ്ങനെ സപ്പോസ് ചെയ്തത്, ഈ f of z എടുത്തു and we suppose that this f of z in the Lorentz series expansion of f of z there is no negative powers for z minus a. അല്ലേ, നമ്മൾ a equal to 0 എന്ന് എടുത്തു for all n less than or equal to minus 1. That means in the Lorentz series expansion of f of z there is no negative powers for z minus a. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്തപ്പോൾ we get this a is a removable singularity of f. Similarly, we get in the Lorentz series expansion of z minus a all raised to m into f of z, there is no negative powers for z minus a. That means this function z minus a all raised to m into f of z has a removable singularity at z equal to a. Z minus a all raised to m into f of z has a removable singularity at z equal to a. This implies by the pole of order m, f of z has a pole at z equal to a. And the proof. Okay. Now we have C, and the case C states that z equal to a is an essential singularity. Z equal to a is an essential singularity if and only if a n not equal to 0 for infinitely many negative integers n. That is, case 3 states that z equal to a is an essential singularity if and only if a not equal to 0 for infinitely many negative integers n. Okay. Proof. We suppose that f has essential singularity. We suppose that f has essential singularity at z equal to a. F has essential singularity at z equal to a means f has
neither a removable singularity nor a pole at z equal to a. Fന് at a essential singularity means at a പറഞ്ഞ പോയിന്റിൽ ഈ എഫിന് ഒരു റിമൂവബിൾ സിംഗുലാരിറ്റിയും ഇല്ല, സിമിലർലി ഒരു പോളും ഇല്ല. നോട്ട് എ z equal to a is not a removable singularity implies z equal to a is a removable singularity ആണെങ്കിൽ then by 1 we have a n equal to 0 for all n less than or equal to -1 അല്ലേ. ഈ z equal to a എന്ന് പറഞ്ഞ റിമൂവബിൾ സിംഗുലാരിറ്റി ആണെങ്കിൽ ആ നെഗറ്റീവ് പാർട്ട് മൊത്തം എന്തായി മാറും? 0 ആയി മാറും അല്ലേ. അപ്പോൾ ഹിയർ f was the essential singularity at z equal to a ആയതുകൊണ്ട് തന്നെ so we can conclude that എല്ലാ a minus n not equal to 0 എന്ന കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നില്ല, does not hold. Why? കാരണം നമ്മൾ f has at z equal to a is not a removable singularity. F has no removable singularity at z equal to a implies this statement a raised to minus n not equal to 0 for all n greater than or equal to -1 is false. ഇത് തെറ്റാണ് അല്ലേ. അതായത് എല്ലാ നെഗറ്റീവ് പാർട്ടും 0 അല്ല. ആൻഡ് z equal to a is not a pole implies അപ്പോൾ പോൾ ആയിരുന്നെങ്കിൽ എന്തായാണ്? പോൾ ആയിരുന്നെങ്കിൽ ഏതോ ഒരു a മൈനസിന് ഈക്വൽ ടു 0 ആയേനെ. ആൻഡ് ആ എന്നിന് ശേഷം വരുന്ന എല്ലാ എമ്മുകൾക്കും a മൈനസ് എം ഈക്വൽ ടു 0 ആയേനെ. പക്ഷെ അവർ z equal to a is a not a pole and our z equal to a is a not a removable singularity. That means from here we get all a minus n എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നില്ല. ചില a മൈനസ് എന്നുകൾ നോട്ട് ഈക്വൽ ടു 0 ആവാം. And here the condition is also does not hold. So ഇനി ആകെ ഒരു പോസിബിലിറ്റീസേ ഉള്ളൂ, a minus n equal to 0 for infinitely many n. This is the proof. Okay. Next we have a theorem 1.21 Weierstrass theorem. The theorem states that if f has an essential singularity at z equal to a, then for every delta greater than 0, set of all f of analysis of a 0 delta equal to c. Okay, that is the Weierstrass theorem states that if f was an essential singularity at z equal to a, then for every delta greater than 0, the set of f of analysis of a 0 delta equal to 0. And proof, we can rewrite what is annulus of a 0r. Actually this is a punctured disk and this is equal to, by definition, set of all set says that 0 less than mod z minus a less than r. And we need to prove that f of such set, we need to prove that f of such set equal to c. അല്ലേ, ഇത്തരത്തിലുള്ള സെറ്റുകളുടെ ഫംഗ്ഷൻ വാല്യൂ മാപ്പ് ചെയ്യുന്നത് കോംപ്ലക്സ് നമ്പേഴ്സിലാണ്. സെറ്റ് ഓഫ് ഓൾ അങ്ങനത്തെ എഫ് ഓഫ് സെറ്റുകളുടെ സെറ്റ് എടുത്താൽ വി വിൽ ഗെറ്റ് സി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് വി വോണ്ട് ടു പ്രൂവ് ദാറ്റ് whenever mod z minus a less than some delta, this is delta,
we need to prove that whenever mod z minus a less than delta, mod f of z minus c less than epsilon. അതായത് whenever z minus a less than delta, if we this epsilon is arbitrary, so if we changing this epsilon to some 0, we get f of z equal to c. That is f of z is a complex number. Okay, that is our claim is to prove that whenever mod z minus a less than delta, we need to prove that mod f of z minus c less than epsilon. Okay, on the contrary, we suppose that it is false. We suppose that it is false. That is, there exists c belongs to c and epsilon greater than 0 such that mod f of z minus c greater than or equal to epsilon for all z in G. G equal to analysis of A0 delta. Then what is limit z tends to a mod f of z minus a divided by mod z minus a? This is greater than or equal to limit z tends to a. We consider mod f of z minus c. Okay, then we have this is greater than or equal to limit z tends to a. I replace this by its minimum value epsilon. Epsilon divided by mod z minus a. As z tends to a, this becomes 0 and this becomes infinity. This is equal to infinity. That is, we get limit z tends to a mod f of z minus c divided by mod z minus a greater than or equal to infinity. This infinity nekkalum valudanu. That means limit z tends to a mod f of z minus c divided by mod z minus a equal to infinity. Now, limit z tends to a some function equal to infinity. Suppose we let this is equal to g of z, then limit z tends to a g of z equal to infinity. That means by the definition of pole of a function, we can say that this function g of z has a pole at z equal to a, and our g of z equal to f of z minus c divided by z minus a. That is, we get this function f of z by c divided by z minus a. That is, we get f of z minus c divided by z minus a has a pole at z equal to a. And we suppose m is the order of this pole. We suppose m is the order of this pole. That implies limit z tends to a mod z minus a raised to m plus 1 into mod f of z minus c equal to 0. Now, consider mod z minus a all raised to m plus 1 into mod f of z. This is greater than or equal to mod z minus a all raised to m plus 1 mod f of z minus c plus mod z minus a all raised to m plus 1 mod c. Okay. That means ഇവിടെ എന്താ ചെയ്തത്, ഈ എഫ് ഓഫ് സെറ്റ് മോഡ് എഫ് ഓഫ് സെറ്റ് ഒരു മൈനസ് സി കൊണ്ട് പ്ലസ് ചെയ്യും, ഒരു സി കൊണ്ട് പ്ലസ് ചെയ്യും മൈനസ് ചെയ്തു, ആൻഡ് നമ്മൾ ആ ഇനി മോഡ് അത് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ എഴുതി. ഓക്കെ, സോ വി വിൽ ഗെറ്റ് ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് ടേം. ദാറ്റ് ഈസ് ലിമിറ്റ് സെറ്റ് ടെൻസ് ടു എ mod z minus a all raised to m plus 1 equal to mod f of z equal to 0. Alle, we get this is equal to 0, this is also 0, so we get this limit equal to 0. This limit equal to 0 implies this function. Okay, we can write this can be written as limit z tends to a z minus a into z minus a all raised to m into f of z equal to 0.
we consider this function as some h of z, then we get limit z tends to z minus a into h of z equal to 0. That means this h of z has a removable singularity h z equal to a. And what is our h of z? This function z minus a all raised to m into f of z has a removable singularity at z equal to a. But this is, and mod z minus a all raised to m into f of z has a removable singularity at z equal to a implies this f of z has, say, pole of order m at z equal to a. But this is a contradiction, because we suppose that f has an essential singularity at z equal to a. അതായത് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് എഫ് ഹാസ് അറ്റ് എയിൽ എഫിന് എസൻഷ്യൽ സിംഗുലാരിറ്റി ആണ്. പക്ഷെ ഹിയർ വി ഒബ്റ്റെയിൻ എഫ് ഹാസ് പോൾ ഓഫ് ഓർഡർ എം അറ്റ് സെഡ് ഈക്വൽ ടു എ. ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. സോ അവർ അസംഷൻ ഈസ് റോങ്. ദാറ്റ് ഈസ് our assumption that there for every epsilon greater than 0 mod f of z minus e greater than or equal to epsilon. This assumption is wrong. As we can say that whenever some mod z minus c less than delta, mod z minus a less than delta, we have mod f of z minus c less than epsilon. Okay.